അങ്കോലയിൽ അർജുന് വേണ്ടിയുള്ള തെരച്ചിലിൽ ISRO പങ്കാളിയാകും. ഉപഗ്രഹ ചിത്രങ്ങൾ ലഭ്യമാക്കുമെന്ന് ISRO കർണാടക സർക്കാരിനെ അറിയിച്ചു. KC വേണുഗോപാൽ MP ISRO ചെയർമാൻ S സോമനാഥുമായി ഫോണിൽ സംസാരിച്ചു. ബെൽഗാമിൽ നിന്ന് 40 അംഗ സൈന്യം നാളെ രാവിലെ അങ്കോലയിലെത്തും. ഹരിമോഹൻ വിവരങ്ങൾ നൽകും. ഹരി, അങ്ങനെയെങ്കിൽ അത് വലിയൊരു ഇടപെടലാകും. ISROക്ക് ഈ ദുരന്തമുഖത്ത് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? നാളെ രാവിലെ സൈന്യം എത്തുന്നതോടുകൂടി ISRO സംഘവും അവിടെ എത്തുമോ? അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ISRO ഇക്കാര്യത്തിൽ കർണാടക സർക്കാരിന് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് അറിയുന്നത്. അത് കൂടാതെ തന്നെ KC വേണുഗോപാൽ MP ISRO ചെയർമാൻ S സോമനാഥുമായി ഇന്ന് ഫോണിൽ സംസാരിച്ചിട്ടുമുണ്ട്. അതാണ് പിന്നീട് കർണാടക സർക്കാരിന്റെ ഔദ്യോഗിക അഭ്യർത്ഥനയായി ISROയിലേക്ക് എത്തിയതും തുടർന്ന് ISRO ഇതിൽ പങ്കാളിയാകാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. നാളെ തന്നെ എത്തും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. എത്തുന്നതിലുപരിയായിക്കൊണ്ട് തന്നെ ഉപഗ്രഹ ചിത്രങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടും ചെയ്യാനുള്ളത്. അതായത് സ്ഥലത്തിന്റെ അടക്കമുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ ലഭ്യമാക്കിയാൽ അത് രക്ഷാപ്രവർത്തനത്തിന് വളരെ വലിയ സഹായകമാകും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ലഭ്യമാക്കും നാളെ തന്നെ എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഇക്കാര്യം കർണാടക സർക്കാരിനെ അവർ അറിയിച്ചിട്ടുമുണ്ട്. കർണാടക സർക്കാർ ഈ വിവരം DK ശിവകുമാർ വഴി KC വേണുഗോപാൽ MPയെ അറിയിച്ചിട്ടുമുണ്ട്. ഇത് കൂടാതെ തന്നെ നാളെ രാവിലെ ബെൽഗാമിൽ നിന്ന് 40 അംഗ സൈനികരും ഈ തെരച്ചിൽ ദൗത്യത്തിനായി എത്തുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ സൈന്യം എത്തും എന്നുള്ള കാര്യം അറിയിച്ചിരുന്നെങ്കിലും എങ്ങനെയാണ്, എവിടെ നിന്നാണ് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സംശയമുണ്ടായിരുന്നു. അതായത് ബംഗളൂരുവിലെ ആസ്ഥാനത്ത് നിന്ന് ഉള്ള സൈനികരായിരിക്കും എത്തുക, പക്ഷെ അതിന്റെ ഉറപ്പ് ഡൽഹിയിൽ നിന്നായിരിക്കണം ലഭിക്കേണ്ടത് തുടങ്ങിയ സംശയങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ ആശങ്ക നീങ്ങിക്കിട്ടി. നാളെ രാവിലെ 40 അംഗ സൈനികരെത്തും. ഒപ്പം തന്നെ ഉപഗ്രഹ ചിത്രങ്ങൾ ലഭ്യമാക്കുന്നതോടുകൂടി രക്ഷാപ്രവർത്തനത്തിലെ വലിയൊരു വഴിത്തിരിവാകും എന്നുള്ളത് നമുക്ക് കരുതേണ്ടി വരും. സൈഫുദ്ദീൻ, ശരി. അങ്കോലയിൽ അർജുനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിൽ ISROയും പങ്കാളികളാകുന്നു. ISRO ഉപഗ്രഹ ചിത്രങ്ങൾ ലഭ്യമാക്കും എന്നാണ്